ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ പഠിക്കുന്നുണ്ട്. ഡോക്ടറിനെ പഠിക്കാൻ നന്നായി സഹായിക്കുന്നുണ്ട്. ലച്ചു പഠിച്ചു മിടുക്കിയാവണം. അത് എനിക്കും സന്തോഷമുള്ള കാര്യ. എനിക്കിപ്പോ നല്ലൊരു ലക്ഷ്യമുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാ. പക്ഷേ എനിക്ക് ലച്ചുവിനോട് ഒരേ ഒരു കാര്യത്തിലെ എതിർപ്പുള്ളൂ. ലച്ചു മംഗലശ്ശേരിയിൽ തന്നെ തുടരുന്നത് അതത്ര നന്നായിന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പലപ്പോഴും ഇവിടുന്ന് പോവാൻ ശ്രമിച്ചതാ. അപ്പോഴൊന്നും അമ്മ സമ്മതിച്ചില്ല. മുത്തശ്ശിയെ മനഃപൂർവ്വം ടെറസിന്ന് തള്ളിയിട്ടതാ. ആ പേരുദോഷം കൂടി ലച്ചുവിന് കിട്ടി. അതാ അവിടെ നിന്നിട്ട് ലച്ചുവിനാകെ കിട്ടിയ സമ്പാദ്യം. അങ്ങനെ ഞാൻ ചിന്തിക്കുക പോലും ചെയ്യില്ല എന്ന് ദക്ഷമ്മയ്ക്ക് അറിയാലോ. അതാണല്ലോ ഞാൻ ലച്ചുവിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷിച്ചത്. ആ ചെയ്തെന്ന ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നാ ഞാൻ ലച്ചുവിന് മറ്റൊരു ഉപകാരം കൂടി ചെയ്തു തരാൻ പോവാ. എന്താ? ആ ജാക്കിയെ പോലീസ് പിടിക്കുമായിരുന്നു. പക്ഷേ ജാക്കിയെ പർദ്ദയിട്ട ഒരു സ്ത്രീ വന്ന് രക്ഷിച്ചു. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ജാക്കി ഏത് നിമിഷവും ലച്ചുവിന്റെ അടുത്തെത്തും. ലച്ചുവും സഞ്ജുവും സൂക്ഷിക്കണം. ഇക്കാര്യം പറയാനാ ഞാൻ ലച്ചുവിനെ വിളിച്ചത്. അത് ആരാ ജാക്കിയെ പോലീസിൽ നിന്ന് രക്ഷിച്ചേ? അതാർക്കാ അത്രയും ധൈര്യമുള്ളത്? പർദ്ദ വേഷത്തിൽ അവിടെ വന്ന് ജാക്കിയെ രക്ഷിച്ചത് കവിത തന്നെയാ. അക്കാര്യത്തിൽ ഒരു സംശയവും. എന്നിട്ട് പോലീസ് എന്താ അവരെ പിടിക്കാതിരുന്നേ? കവിതയെ ലച്ചുവിന് ശരിക്കും അറിയാഞ്ഞിട്ട. പോലീസ് എന്നല്ല, മിലിറ്ററി വന്നാലും കവിത രക്ഷപ്പെടും. ജാക്കിയെ പോലീസ് ചോദ്യം ചെയ്ത ആ കൊലക്കുറ്റം കവിതയുടെ തലയിൽ വന്നു ചേരില്ലേ? അപ്പൊ എന്തു വില കൊടുത്തും കവിത ജാക്കിയെ രക്ഷിക്കും. അതാ ഇവിടെ സംഭവിച്ചേ. അപ്പൊ ഇനി നന്നായി സൂക്ഷിക്കണമല്ലേ? സൂക്ഷിക്കണം. ലച്ചുവും സഞ്ജുവും നന്നായി സൂക്ഷിക്കണം. കൊലക്കത്തിയുമായി ഏത് നിമിഷവും ജാക്കി നിങ്ങളെ തേടി വരും. ഞാൻ ഈ ഇൻഫർമേഷൻ പറഞ്ഞേ ഉള്ളൂ. സ്വന്തം ജീവൻ രക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമ തന്നെയാ. ഓക്കെ. ഈ കുരിശ് ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇത് ഇവൾ കണ്ടാൽ പ്രശ്നമാകുമല്ലോ. കവിതേച്ചി, നീ പഠിക്കായിരുന്നോ? അപ്പച്ചി എന്താ പുറകില് മറച്ചു പിടിച്ചു വെച്ചിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. ഞാൻ കിച്ചണിലേക്ക് പോവാ. നിനക്ക് വിശക്കുന്നുണ്ടെങ്കി വാ. അതെ, നന്നായി പഠിക്കണം. അത് നിന്റെ ഭാവിക്ക് നല്ലതാ. ചെന്നിരുന്ന് പഠിക്ക്. സമയം കളയണ്ട. ചെല്ല്. നന്നായിട്ട് പഠിക്കണം കേട്ടോ. എന്നല്ലേ ഞാൻ കിച്ചണിലേക്ക് ചെല്ലട്ടെ. നല്ല വിശപ്പ്. പഠിക്കും.
ശോ, ആ പിശാച് പെണ്ണ് കണ്ടില്ല. ഭാഗ്യം. എന്തോ കള്ളത്തരം ഉണ്ടല്ലോ. ഇതാരോ ഭക്ഷണം കഴിച്ച പ്ലേറ്റ് പോലെയുണ്ടല്ലോ. അപ്പൊ അപ്പച്ചി വീടിന് പുറത്താർക്കോ ഈ പ്ലേറ്റിൽ ഭക്ഷണമായിട്ട് പോയതാണല്ലേ? ആ ജാക്കിയെ പോലീസ് പിടിക്കുമായിരുന്നു. പക്ഷേ ജാക്കിയെ പർദ്ദയിട്ട ഒരു സ്ത്രീ വന്ന് രക്ഷിച്ചു. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ജാക്കി ഏത് നിമിഷവും ലച്ചുവിന്റെ അടുത്തെത്തും. ലച്ചുവും സഞ്ജുവും സൂക്ഷിക്കണം. പർദ്ദവേഷത്തിൽ അവിടെ വന്ന് ജാക്കിയെ രക്ഷിച്ചത് കവിത തന്നെയാ. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജാക്കിയെ പോലീസ് ചോദ്യം ചെയ്ത ആ കൊലക്കുറ്റം കവിതയുടെ തലയിൽ വന്നു ചേരില്ലേ? അപ്പൊ എന്തു വില കൊടുത്തും കവിത ജാക്കിയെ രക്ഷിക്കും. ഈശ്വര, ഇനി ആ ജാക്കിയെ ഇവിടെ എവിടെയെങ്കിലാണ് ഒളിപ്പിച്ചിരിക്കുന്നത്. ഡോക്ടറെ, എന്താ ലച്ചു? അതെ, എനിക്കിപ്പോ ഒരു വലിയ ഡൗട്ട് തോന്നുക. ഡൗട്ടോ? എന്താ അത്? കവിതപ്പച്ചി പതിവില്ലാതെ പുറത്തേക്ക് ഭക്ഷണം എടുത്തോണ്ട് പോയി. അങ്ങനെ പുറത്തേക്ക് ഭക്ഷണം എടുത്തോണ്ട് പോയത് എന്തിനാ? എനിക്കത് മനസ്സിലാവുന്നില്ല. ഇനി പുറത്തു കൊണ്ടുവച്ച് കഴിച്ചതാവോ? അവരുടെ നീക്കത്തിൽ എനിക്കെന്തോ ഒരു സംശയം. പോലീസിനെ വെട്ടിച്ച് നടക്കുന്ന ആ ജാക്കിയെ ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചതാണെങ്കിലോ? ഇനി ജാക്കിക്ക് കൊടുക്കാനാവോ കവിതപ്പച്ചി ഭക്ഷണം എടുത്ത് പുറത്തേക്ക് പോയത്? എന്തായാലും നമ്മൾ ഇവിടെ ഒന്ന് തിരയുന്നത് നല്ലതാണെന്നാ എനിക്ക് തോന്നുന്നത്. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. ഒരു വീട്ടിൽ തന്നെ ഒരു കൊലപാതകയെ ഒളിപ്പിക്കാൻ അത്ര ധൈര്യമൊന്നും അവർ കാട്ടില്ല. എന്നാലും നമുക്ക് ആ വീടിനകത്തും ചുറ്റും ഒഴിഞ്ഞിടക്കുന്ന ഷെഡിനകത്തൊന്ന് പോയി നോക്കിയാലോ? അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. അത്ര ധൈര്യമൊന്നും അവർക്കുണ്ടാവില്ല. അങ്ങനെ ചെയ്താലേ അത് പ്രശ്നമാവുമെന്ന് അവർക്കറിയാം. എന്നാലും എനിക്കൊരു സംശയം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരു കാര്യം ഉറപ്പാ, അവര് ജാക്കിയെ മറ്റെവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതെവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. ഡോക്ടർ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ജാക്കി എവിടെയോ ഉണ്ടെന്ന് തന്നെയാണ് എന്റെ സംശയം. എല്ലാവരും സൂക്ഷിക്കണം, ശരിക്കും സൂക്ഷിക്കണം. അച്ഛാ, ആ മോളോ? അതെ, മോൾ ഇങ്ങനെ വീട്ടിൽ തന്നെ നിൽക്കാതെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങ. നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. ഇപ്പോഴത്തെ ഈ പിരിമുറുക്കമൊക്കെ മാറിക്കിട്ടും. ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നത്
ഒരു വിഷയം സംസാരിക്കാനാ. അമ്മ അതൊന്നും അറിയാനും പാടില്ല. എന്താ മോളെ? എന്താന്ന് വെച്ചാ നീ പറ. എനിക്ക് ഈ ഭാരം താങ്ങി ജീവിക്കാൻ വയ്യ അച്ഛാ. ഏത് വേദനയും ദിവസങ്ങൾ കഴിയുമ്പോൾ കുറഞ്ഞു വരും. പക്ഷെ ഇതൊരു മാറാവ്യാധി പോലെ മനസ്സിന് കാർന്ന് തിന്നുകൊണ്ടിരിക്കുക. ഇതിൽ നിന്ന് എനിക്കൊരു മോചനം ലഭിക്കാൻ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ ഉള്ളൂ. ഡിവോഴ്സ്. നീ എന്താ തമാശ പറയാണോ? തമാശയോ? അല്ല, ഞാൻ സീരിയസ് ആയി തന്നെ പറഞ്ഞതാച്ചാ. ഒരിക്കലും ഒന്നിച്ചു പോകാൻ കഴിയാത്ത വിധം ഞാൻ സഞ്ജുവിൽ നിന്ന് അകന്നു കഴിഞ്ഞു. ഇനി ഞാൻ മംഗലശ്ശേരി വീടിന്റെ പടി കയറാൻ പോകുന്നില്ല അച്ഛാ. പിന്നെ എന്തിനു വെച്ച് താമസിപ്പിക്കണം? ഇപ്പൊ ഇത്തരം ആലോചനകളൊന്നും വേണ്ട. അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല. ഞാൻ അതിന് സമ്മതിക്കാനും പോകുന്നില്ല. ദേ, നീ ഇപ്പൊ പറഞ്ഞത് ദേഷ്യം വരുമ്പോ ഞാൻ നിന്റെ അമ്മയോട് പറയുന്ന ലാഘവത്തോട് മാത്രമേ എടുത്തിട്ടുള്ളൂ. അച്ഛനോട് ഞാൻ ഇക്കാര്യം സംസാരിക്കാൻ പാടില്ലായിരുന്നു. എത്ര സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും വന്നു വീഴുന്ന വാക്കാ മോളെ നീ ഇപ്പൊ പറഞ്ഞത്. ഒരു തമാശ വാക്ക് പോലെയാ പലർക്കും അത്. ഡിവോഴ്സിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേ ആ വാക്കിന്റെ ഭീകരത നമുക്ക് മനസ്സിലാവും. സാരമില്ല, നീ അഞ്ജലിയെ ഗീതുവിനൊക്കെ ഒന്ന് വിളിക്കേ. നീ മംഗലശ്ശേരിയിലാണെന്നാ അവരൊക്കെ ഇപ്പോഴും കരുതിയിരിക്കുന്നത്. നീ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ അവരെപ്പോഴേ ഓടി വന്നേനെ. മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യും മോളെ. വെറുതെ ഇരുന്ന് ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയ കാഞ്ചന കേട്ടിരുന്നെങ്കിൽ വീടെടുത്ത് തല കുത്തി വെച്ചേനെ. ഇതിനെന്ത് മറുപടി പറയണമെന്ന് എനിക്കറിയില്ല. ഒരു ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ സ്വാതി പറയുന്നതൊക്കെ ന്യായമാണ്. സഞ്ജു ആദ്യം കല്യാണം കഴിച്ചത് ലക്ഷ്മിയാണ്. അതൊരു കല്യാണ നാടകമായി തള്ളിക്കളയാൻ പറ്റില്ല. നിയമസാധുതയുള്ള ഒരു വിവാഹമാകാനാണ് സാധ്യത. ക്ഷേത്രത്തിൽ അതിന്റെ രേഖകൾ ഉറപ്പായും കാണും. മറ്റൊരു ഭാര്യയുള്ള ആൾ അവൾ ആ വീട്ടിൽ തന്നെ ഉണ്ടായിട്ട് സ്വാതിയെ ചതിക്കുകയാണ് സഞ്ജു ചെയ്തിരിക്കുന്നത്. അതെ മാഡം, ലക്ഷ്മിക്കത് പറയാൻ കഴിയില്ലെന്ന് കരുതാം. പക്ഷെ സഞ്ജു എന്നിൽ നിന്നത് ഒളിപ്പിച്ചു വെച്ചു. ഇവിടെ സഞ്ജുവിന്റെ ഭാഗം കൂടി നോക്കാം. സ്വാതി പറഞ്ഞത് വെച്ച് സഞ്ജു ഒരിക്കലും ലക്ഷ്മിയെ ആഗ്രഹിച്ചിട്ടില്ല. സഞ്ജുവിന് വലുത് സ്വാതിയാണ്. ലക്ഷ്മിയിൽ അങ്ങനെ ഒരു ആഗ്രഹം സഞ്ജുവിനുണ്ടായിരുന്നെങ്കിൽ സഞ്ജന എന്ന കുട്ടിയുമായി സഞ്ജു വിവാഹത്തിന് തയ്യാറാകില്ലായിരുന്നു. അവിടെ ലക്ഷ്മി ചെയ്തത് നിങ്ങളെ ചേർത്ത് വെക്കാനാണ്. ശരിയല്ലേ സ്വാതി? ശരിയാ, ഞാനതൊന്നും നിഷേധിക്കുന്നില്ല.
നിങ്ങൾ 3 പേരും 3 തരത്തിൽ നിരപരാധികളാണ്. ആർക്കും ആരെയും പഴിചാരാൻ കഴിയില്ല. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, സഞ്ജുവിനോടുള്ള വെറുപ്പ് കാരണമാണോ സ്വാതി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? സ്വാതി തന്നെ പറ. എനിക്കിനി സഞ്ജുവിന്റെ കൂടെ ജീവിക്കാനാവില്ല മാഡം. മാത്രമല്ല അവരൊന്നിച്ച് ജീവിക്കട്ടെ എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഒഴിഞ്ഞു കൊടുക്കേണ്ടവളാ. സ്വാതി ഒഴിഞ്ഞു കൊടുത്താലും അവർ ഒന്നിച്ച് ജീവിക്കുമെന്ന് സ്വാതിക്ക് ഉറപ്പുണ്ടോ? ഞാൻ മനസ്സിലാക്കിയ ലക്ഷ്മി ഒരിക്കലും സഞ്ജുവിനെ സ്വീകരിക്കില്ല. അവൾക്ക് അതിനൊരു മനസ്സുണ്ടായിരുന്നെങ്കിൽ സ്വാതിയുടെ കാലുകൾ തളർന്നു കിടന്ന സമയത്ത് ആകാമായിരുന്നു. ഫലത്തിൽ നിങ്ങൾ 3 പേരുടെയും ജീവിതം തകർത്ത് കളയാനേ സ്വാതിയുടെ ഈ തീരുമാനം കൊണ്ട് കഴിയൂ. സഞ്ജുവിനെ ലക്ഷ്മിയുടെ കൈ പിടിച്ച് ഞാൻ കൊടുക്കും. ഡിവോഴ്സിന് സ്വാതി ഉന്നയിക്കാൻ പോകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? കോടതിയിൽ മാത്രമല്ല, കൗൺസിലിംഗിനും പലരുടെയും ചോദ്യത്തിന് സ്വാതി മറുപടി പറയേണ്ടി വരും. ലക്ഷ്മിയെ വിവാഹം കഴിച്ചത് മറച്ചുവെച്ച സഞ്ജു സ്വാതിയെ വിവാഹം ചെയ്തതെന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ഉറപ്പായും കിട്ടും. പക്ഷേ ലക്ഷ്മിക്കൊപ്പം സ്വാതി കാണുന്ന ജീവിതം സഞ്ജുവിന് കിട്ടില്ല. കിട്ടാൻ പോകുന്നത് വിവാഹ തട്ടിപ്പിന് കിട്ടുന്ന ശിക്ഷയാകും. എന്ന് വെച്ചാ സഞ്ജു ജയിലിലാകും. അങ്ങനെ ഒന്നിന് ഞാൻ തയ്യാറല്ല. ഞാൻ കാരണം സഞ്ജുവിന് ദോഷമൊന്നും സംഭവിച്ചൂടാ. ഒരു ജോയിന്റ് പെറ്റീഷനാ ഞാൻ ഉദ്ദേശിക്കുന്നത്. പരസ്ത്രീ ബന്ധമല്ലാതെ പറയാൻ വേറെയും കാരണങ്ങളുണ്ടല്ലോ. ഈ സത്യം ഞാൻ പുറത്തുവിടാത്തതും അതുകൊണ്ടാ. മാനം രക്ഷിക്കാൻ സഞ്ജുവിന് ജോയിന്റ് പെറ്റീഷനിൽ ഒപ്പിടേണ്ടി വരും. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സ്വാതി മനസ്സിരുത്തി ഒന്നുകൂടി ആലോചിച്ചിട്ട് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്ക്. എന്നിട്ട് നമുക്ക് ആ വഴിക്ക് നീങ്ങാം. അതല്ലേ ശരി? ഞാനിത് 100 വട്ടം ചിന്തിച്ചതാ. എനിക്ക് ഈ ബന്ധത്തിൽ നിന്ന് മോചനം കിട്ടിയേ പറ്റൂ. എനിക്കിനി സഞ്ജുവിനെ ഫേസ് ചെയ്യാൻ പോലും കഴിയില്ല. ശരി, വേണ്ടത് ഞാൻ ചെയ്യാം. ജോയിന്റ് പെറ്റീഷൻ തന്നെയാണ് നല്ലത്. താങ്ക് യു മാഡം. പെറ്റീഷൻ തയ്യാറാക്കി വെച്ചിട്ട് ഞാൻ സ്വാതിയെ വിളിക്കാം. ശരി മാഡം. എന്റെ തീരുമാനം മാറുമെന്ന പ്രതീക്ഷയില് മാഡം കാത്തിരിക്കണ്ട. എത്രയും വേഗം മാഡം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. മരണത്തിനും ജീവിതത്തിനും ഇടയില്ല ഞാൻ. ശരി മാഡം. സ്വാതി, സ്വാതി എന്താ ഇവിടെ? ഞാൻ അഞ്ജലിയുടെ വീട്ടിൽ വന്നതാ. എന്തിനാ നീ എന്നിങ്ങനെ ഓടി വിളിക്കുന്നത്? എനിക്കത് അറിയണം. അത് പറഞ്ഞിട്ട് നീ പോയാൽ മതി. ഇതൊരു പബ്ലിക് പ്ലേസാ. ഇവിടെ വെച്ചൊരു സീൻ ക്രിയേറ്റ് ചെയ്യരുത്. സഞ്ജു, മുന്നിൽ നിന്ന് മാറ്. എനിക്ക് പോണം. മാറിയില്ലെങ്കിലോ? നീ എന്ത് ചെയ്യുമെന്ന് കാണിക്ക്. ഞാനല്ല കാണിക്കാൻ പോകുന്നേ, കണ്ടു നിൽക്കുന്നവരാ. ഞാൻ തടഞ്ഞു നിർത്തിയത് ഏതൊരു പെണ്ണിനെയല്ല, ഞാൻ വിവാഹം കഴിച്ച എന്റെ ഭാര്യ. നീ ആളെ വിളിച്ചു കൂട്ട്, ഞാൻ കൈകാര്യം ചെയ്തോളാം. ദേ, എനിക്ക് സഞ്ജുവിനോട് ഒന്നും സംസാരിക്കാനില്ലെന്ന് ഞാൻ പല വട്ടം പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്നെ ശല്യപ്പെടുത്തരുത്. നീ സംസാരിച്ചേ പറ്റൂ. നീ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് ചിന്തിക്കാനുള്ള വിവേകം നിനക്കില്ലേ? ആരോട് ഒരു അക്ഷരം പോലും പറയാതെ നീ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിന്നെ തേടി
നിന്റെ വീട്ടിൽ വന്ന എന്റെ മുന്നിൽ നീ വാതിൽ വലിച്ചടച്ചു. വിളിച്ച കോള് കട്ട് ചെയ്യും. ഇതിന് മാത്രം നിന്നോട് എന്ത് തെറ്റാ ഞാൻ ചെയ്ത്? എന്റെ ഭാഗത്തു നിന്ന് നിനക്ക് തെറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ പറ സ്വാതി. നീ പറയാതെ ഞാൻ എങ്ങനെ അതറിയും? എന്നോട് പറയാൻ മനസ്സില്ലെങ്കിൽ നീ നിന്റെ അച്ഛനോട് അമ്മയോട് പറ. ഞാൻ അനുഭവിക്കുന്ന വേദന നീ ഒന്ന് മനസ്സിലാക്ക് പ്ലീസ്. എന്ത് വേദനയാ സഞ്ജുവിനുള്ളേ? ഒന്ന് പറഞ്ഞേ.